വ്യാജ നിർമ്മിതികളുമായും ടെക്സ്റ്റുകളുമായും നടന്നിട്ട് ഒരു കാര്യമില്ല. മനസ്സിലായില്ലേ? ഇത് അല്ലെങ്കിൽ നിങ്ങൾ മുമ്പ് വേറൊരു കൂട്ടർ ചെയ്തതുപോലെ ഒരു കലാജാതെങ്കിലും നടത്താൻ നോക്കി. മനസ്സിലായില്ലേ? അല്ലാതെ വെറുതെ ഗുണറിഞ്ഞങ്ങാണ്ട് വാക്കോട് ഉസ്താദിന്റെ മോന് വാഫിയാണ്, മറ്റോന്റെ വാഫി ശരിയാണ് പറഞ്ഞേക്കുമ്പോൾ നമ്മൾ വിചാരിച്ചത് ഔത്തപ്പള്ളിയിൽ കിണറുള്ളത് ഇപ്പൊ ആരും അറിയില്ലല്ലോ മക്കളെ. ഇതിന്റെ ഉള്ളിൽ ഈ കോലത്തിൽ നടക്കുന്നുണ്ട് എന്ന് വല്ല മനുഷ്യന്മാർക്കും അറിയില്ല. പിന്നെ ഇത് നോക്കിയപ്പോഴല്ലേ പടച്ചോനെ ഔത്തപ്പള്ളിയിൽ കിണർ മാത്രല്ല മരണക്കിണറാണെന്നുള്ളത് അറിഞ്ഞത്. അതോടെ സമസ്തന്റെ ഉലമാവ് സടകുടഞ്ഞ് എഴുന്നേറ്റു. ഓരോന്നും പരിശോധിച്ച് നോക്കുമ്പോ സുബ്ഹാനല്ലാ, മരണക്കിണർ മാത്രമൊന്നല്ല, അതിന്റെ അപ്പുറത്തുള്ള പാല ഉണ്ടാൻ വേണ്ടിയുണ്ട്. അതിപ്പോ ഇന്നത്തെ കലോത്സവത്തോടെ മനസ്സിലായില്ലേ? കുട്ടികൾ ആരോ പറഞ്ഞു കുറുവാ സംഘം സ്റ്റേജിൽ, അള്ളാഹു ആലും അങ്ങനൊന്നും പറയരുതട്ടോ മക്കളെ. കുറുവാ സംഘം സ്റ്റേജിൽ നിന്നും അങ്ങനൊന്നും പറയാൻ പാടില്ല. സത്യത്തില് ഇത് വിജയിക്കണില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. എന്നിട്ട് അങ്ങനെ ഓലത് വാങ്ങി ഇബലത് വാങ്ങി 2007 പഠിച്ച കുട്ടികൾ സനത് കൊടുക്കണത് ഇപ്പോഴാ ഉറങ്ങി എണീറ്റിട്ടാണ് എന്ത് ചെയ്യുന്നത്, കൂർക്കം വലിച്ചത്. അങ്ങനെ കുറെ ഉണ്ടാവും. എന്നിട്ട് ഇത് നമ്മളെ നേതാക്കളൊക്കെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു സംവിധാനം തന്നെയാണ് വഫിയ. ഇതിങ്ങനെ പൊട്ടി പുറപ്പെട്ടേക്ക് കൊണ്ടുപോയടുത്ത് പോയിടാന്ന് പറഞ്ഞിക്കല്ല, എല്ലാവരും അതിന്റെ കൂടെ നിന്നുണ്ട്. ഇങ്ങനെ തന്നെയല്ലേ സമസ്തന്റെ അണ്ടറിൽ സമസ്തക്ക് അപേക്ഷ കൊടുത്ത് സമസ്തയുടെ കീഴിലാണെന്ന് പറഞ്ഞ് മുഷാവർ അംഗീകരിച്ച സിലബസ് ആണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൊണ്ടുപോയി ചേർത്തു. പക്ഷെ ഇതിന്റെ ഉള്ളിൽ പാഷാണാണെന്ന് പിന്നീടല്ല അറിയുന്നത് വരെ നമ്മൾ ഉസ്താദ്മാർ നമ്മളെ കുട്ടികളെ പഠിപ്പിച്ചു, ഇതിനോട് മുഖം തിരിഞ്ഞു നിന്നിട്ടില്ല. പക്ഷേ പിന്നീട് വാപ്പ് പറഞ്ഞത് കേൾക്കാതെ, ഉമ്മ പറഞ്ഞത് കേൾക്കാതെ, മറ്റു പല നിലക്കും ആര് പറഞ്ഞാലും കേൾക്കൂല, ഞാനും കെട്ടിയവനും തട്ടാനും നടന്നില്ലേ പണ്ടൊരു പമ്പറന്നോള് എന്ന മാതിരിയുള്ള ഞാനും എൻ്റെ ഉസ്താദും എൻ്റെ കൂട്ടുകാരും എന്നുള്ള ലെവലിൽ ജീവിക്കണ കുറേ മരമൊയന്തകൾ ഉണ്ടാക്കി എന്നല്ലാതെ വേറെന്താ ഇപ്പം അതുകൊണ്ട് കാര്യം ഉണ്ടായത്? ദീനിന് വല്ല നേട്ടം ഉണ്ടായോ? കുടുംബത്തിന് വല്ല നേട്ടം ഉണ്ടായോ? ഒരു നേട്ടം ഉണ്ടായില്ല. സമസ്ത പിടിച്ച് പുറത്തൊക്കെ ഉണ്ട്, ഇല കൂട്ടി പുറത്തൊക്കെ ഇട്ടു. പുറത്ത് കിട്ടിയില്ല, പിന്നാലെ കുറച്ച് ആൾക്കാർ എന്തായാലും ചെയ്യും, പിന്നാലെ കൂടും. ഏതായാലും ഉണ്ടാവും. വലിയ സമസ്തക്കാർക്ക് അത് ഒരു പുല്ല് വരെയാണ്. നമ്മൾ സമസ്ത തീരുമാനത്തിൻ്റെ സമസ്തക്കാർ അതിൻ്റെ കൂടെ നിൽക്കും. പിന്നെ ഏതോ കോളേജിലെ കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങുന്നില്ല, അതന്നെയാണ് കുട്ടികളെ നിയന്ത്രിക്കുന്നുണ്ട്. അവിടെ നിയന്ത്രണം ഉണ്ടാകുന്നില്ല, എവിടേക്കും പോകാൻ എങ്ങനെയാക്കാം, എന്തും ആക്കാം. ഇതല്ല. പിന്നെ ഏതൊരു സ്ഥാപനവും ഏതൊരു സംവിധാനവും തുടങ്ങുമ്പോൾ അതിൻ്റെ ബാലാരിഷ്ടതകൾ ഉണ്ടാകും. മനസ്സിലായില്ലേ? ഒരു മഹല്ലത്തിൽ 10 കുട്ടികളെ വെച്ച് ദർസ് തുടങ്ങുകയാണെങ്കിൽ ആ ദർസിൽ പായ ഉണ്ടാവില്ല, ചിലപ്പോൾ കടക്കാൻ കുട്ടികൾക്ക് ഉണ്ടാവില്ല, ചിലപ്പോൾ ഒരു ബക്കറ്റ് കോരി കുളിച്ചേണ്ടി വരും. അതൊക്കെ വലിയ സ്ഥാപനത്തിൽ ഒരുപാട് കാലമായി സമസ്തന്റെ ആളുകൾ വളർത്തിക്കൊണ്ടുവന്ന സ്ഥാപനങ്ങൾ കട്ടെടുത്തത് കൊണ്ട് ഉണ്ടായിട്ടുള്ള പ്രതിസന്ധിയാണ്. അല്ലെങ്കിൽ ഈ പ്രതിസന്ധി ഒന്നുമില്ല. നിങ്ങൾ ആ കട്ട സ്ഥാപനങ്ങളൊക്കെ സമസ്തന്റെ ആളുകൾ ചോര നീരാക്കി അധ്വാനിച്ച് സമസ്തന്റെ ആശയവും ആദർശവും പഠിപ്പിക്കാൻ വേണ്ടി പടുത്തുയർത്താൻ വേണ്ടി തന്ന പണം കൊണ്ട് പടുത്തുയർത്തിയ സ്ഥാപനങ്ങൾ തിരിച്ചേൽപ്പിക്കും. അത് തിരിച്ചേൽപ്പിക്കും. നിങ്ങൾ കട്ടതാണ്, നിങ്ങൾ തന്നെയല്ല പറഞ്ഞ കട്ട സമസ്തന്റെ കട്ടതാങ്ങള്, അത് തിരിച്ചേൽപ്പിക്കുക. അപ്പൊ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാവും. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് അലിഫ് മുതൽ തുടങ്ങേണ്ടി വരും. കോളേജ് അലിഫ് മുതൽ തുടങ്ങണം. പാപ്പ പറഞ്ഞ മക്കളുണ്ടായി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലുത്. അതന്നെയാണ് നമ്മളെ വിജയം. പാപ്പ പറയാത്ത മക്കളെ ഉണ്ടാക്കി വളർത്തി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ആ സംവിധാനത്തിന്റെ പരാജയമാണ്. എന്നിട്ട് ഇവിടെ കടന്നിട്ട് ഇങ്ങനെ വെഴുകാണ്. ഓരോ അവരെ സർവാദി ഇവരൊന്നും ബാപ്പിയിലായിരുന്നു, മറ്റൊന്നും ബാപ്പിയിലായിരുന്നു. ശരിയാണ്, ബാപ്പി തന്നെയായിരുന്നു. ഞങ്ങൾ വിചാരിച്ചത് നല്ല സമ്മതിയാണ്. പുറമെന്ന് ഇങ്ങനെ കണ്ടപ്പോൾ അടിപൊളി. ഉള്ളിൽ കടന്നു നോക്കുമ്പോഴല്ലേ സുബ്ഹാനക്കല്ലാഹു വബിഹംദിഹി ഒന്നായാതി പടായിട്ടൊന്നും നടക്കണ്ട. സമസ്ത തള്ളി വലൗക്കാൻ ആരന്നവും ഏവന്നവും യവനൻ, അതിനെ താങ്ങിയാലും അതിന് പരിധി ഉണ്ടാവും. അതിന് വല്ലാതെ കൊണ്ടൂല. കുറച്ച് കായ്ക്കാര്യങ്ങളൊപ്പം ഉണ്ടാകും. കല്ലി കാറും അതിലും വലിയ മുതലാളിൻ്റെ, ബിരിയാവും അതിലും വലിയ മുതലാളിൻ്റെ. മുതലാളിമാർ കൂടെ ഉണ്ടായിട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെല്ലാം പിന്നെ ശരിയാണെന്ന് കരുതേണ്ടി വരും. അയാതൊന്നും പറയണ്ട. CIC എന്ന് പറഞ്ഞ സംവിധാനത്തിനെ സമസ്ത ഇപ്പൊ തള്ളിയിട്ടുണ്ട്. അത് തള്ളിയത് തന്നെയാണ്. നിങ്ങൾ എന്ത് കടന്നും വഴുകിയാലും അതൊന്നും പൊതുസമൂഹം അംഗീകരിക്കാൻ പോണില്ല. നിങ്ങൾ കണ്ടോളി, അത് മരിച്ച മയ്യത്തിന്റെ മേത്തുനിന്ന് പേന് പോണ പോലെ
ഓരോന്നോരോന്ന് കൊഴിഞ്ഞു പോയിക്കൊണ്ടേ ഇരിക്കും. അതിലൊരു സംശയമില്ല. അതിൽ കടന്ന് മെഴുകിയിട്ടൊന്നും ഒരു കാര്യമില്ല. സമസ്തന്റെ കൂടെ ചേർന്ന് നിൽക്കുക, സമസ്തന്റെ ഉലമാ ദീനാണ് പറയുന്നത് മനസ്സിലാക്കി അതിന്റെ കൂടെ നിൽക്കുക. നൂറുകണക്കിന് വാഫികളും വഫികളും നിന്നില്ലേ. അതൊക്കെ കുരുത്തോം പൊരുത്തോള്ള മക്കളാ. അൽഹംദുലില്ലാ, അള്ളാഹു അവർക്കൊക്കെ വർക്ക ചെയ്യട്ടെ. അതുകൊണ്ട് സമസ്തന്റെ കൂടെ ചേർന്ന് നിൽക്കുക, സമസ്തന്റെ ഉലമാ ദീനാണ് പറയുന്നത് മനസ്സിലാക്കി അതിന്റെ കൂടെ നിൽക്കുക. നൂറുകണക്കിന് വാഫികളും വഫികളും നിന്നില്ലേ. അതൊക്കെ കുരുത്തോം പൊരുത്തോള്ള മക്കളാ. അൽഹംദുലില്ലാ, അള്ളാഹു അവർക്കൊക്കെ വർക്ക ചെയ്യട്ടെ. അതുകൊണ്ട് സമസ്തന്റെ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ച് ഉയർന്ന് ദീനിനും നാടിനും നാട്ടുകാർക്കും രാജ്യത്തിനും സമൂഹത്തിനും ഉപകാരപ്പെടുന്നവരാകുക. അള്ളാഹു തആല വർക്ക ചെയ്യട്ടെ.